നമസ്കാരം. ദേശീയ രാഷ്ട്രീയം കത്തിജ്വലിച്ചു നിൽക്കുന്ന സാഹചര്യം, ഉത്തർപ്രദേശിലൊക്കെ ബി.ജെ.പിക്ക് തിരിച്ചടി ലഭിക്കുമെന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴും കേരളത്തെ ഉറ്റുനോക്കി ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം, അതായത് ഒരു സ്വകാര്യ കമ്പനിയുമായി സഹകരിച്ച് കേരളത്തിൽ ഒരു സർവേ നടത്തിയിരിക്കുകയാണ്. ഈ സർവേയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് കേരള കൗമുദിയാണ്. വിവരങ്ങളിൽ പറയുന്നുള്ളത് 5 മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വിജയസാധ്യതയും വിജയിക്കാനുള്ള എല്ലാവിധ സാഹചര്യവും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ 5 മണ്ഡലങ്ങൾ ഇതാണ്: തിരുവനന്തപുരം, ആറ്റിങ്ങൽ, മാവേലിക്കര, പത്തനംതിട്ട, തൃശൂർ. ഈ 5 മണ്ഡലങ്ങളിൽ കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ വിജയിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വവും ഒരു സ്വകാര്യ കമ്പനിയും ചേർന്ന് നടത്തിയ സർവേയിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. ഇങ്ങനെ മുന്നോട്ട് വെക്കുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന കാസർഗോഡും പാലക്കാടും കൈയൊഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യവും സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് കാസർഗോഡ് ജില്ലയിൽ ബി.ജെ.പിക്ക് സ്വാധീനമുണ്ടാവുകയും ശബരിമല വിഷയത്തെ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് ഇവിടെ ജയിക്കാൻ സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകൾ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് സർവേയിൽ നിന്നുള്ള പുതിയ ഫലങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതേപോലെ പാലക്കാടും അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. ശബരിമല വിഷയവുമായി മുന്നോട്ട് പോയതിനെ കൊണ്ട് തന്നെ ബി.ജെ.പിക്ക് വോട്ട് ബാങ്ക് ലക്ഷ്യം, വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. അതേ വിഷയത്തെ മുന്നിൽ നിർത്തിയിട്ടാണ് ഈ 5 മണ്ഡലങ്ങളിലെയും സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ബി.ജെ.പിക്ക് വിജയസാധ്യത ഉണ്ട് എന്നുള്ളത്. അത് ശബരിമല വിഷയത്തിലെ ബി.ജെ.പിയുടെ ഇടപെടൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ ഒരുപാട് പ്രവർത്തകർ, നിലവിൽ സംഘപരിവാറിന്റെ ഒരുപാട് പ്രവർത്തകർ ജയിലിലാണ്. ഇതൊക്കെ മുൻനിർത്തിയിട്ട് ബി.ജെ.പിയുടെ ഒരു നേട്ടം ഇതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ 5 മണ്ഡലങ്ങളിൽ വിജയസാധ്യത അല്ലെങ്കിൽ വിജയിക്കുമെന്നുള്ളത് സർവേ പറയുന്നുള്ളത്. അതിന് വ്യക്തമായ കാരണമുണ്ട്. മാവേലിക്കരയും ആറ്റിങ്ങാലും നിലവിലെ സാഹചര്യത്തിൽ ശബരിമല വിഷയത്തിൽ CPM-ൽ നിന്നും ഇടഞ്ഞു നിൽക്കുന്നവരൊക്കെ ബി.ജെ.പിക്ക് വോട്ട് നൽകും. തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ ഈ വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി, ആചാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത് തിരുവനന്തപുരം തന്നെയാണ്. നിലവിലെ പത്തനംതിട്ടയിലെ സാഹചര്യവും ബി.ജെ.പിക്ക് അനുകൂലമായിരിക്കുന്നു എന്നുള്ളതാണ് സർവേകളിൽ ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. അതിലും പറയുന്നത് ശബരിമല വിഷയം തന്നെയാണ്. അപ്പോൾ നിലവിലെ സർവേ ഫലങ്ങൾ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും തൃശ്ശൂരിലും മാവേലിക്കരയിലും പത്തനംതിട്ടയിലുമൊക്കെ ബി.ജെ.പി വിജയിക്കുമെന്ന് പറയാനുള്ള കാര്യം ശബരിമല തന്നെയാണ്. ആ ശബരിമല വിഷയത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും അവിടെ വിജയസാധ്യത ഉണ്ട് എന്നുള്ളതാണ് ബി.ജെ.പിക്ക് അകത്തു നിന്ന് വന്ന സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.